ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമുലേഷൻ എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ്. സോ എന്താണ് സിമുലേഷൻ എന്ന് മനസ്സിലാക്കണം, സിമുലേഷൻ്റെ സ്റ്റെപ്സ് മനസ്സിലാക്കണം. ബാക്കിയുള്ള നമ്മുടെ അസൈൻമെൻറ്റോ ട്രാൻസ്പോർട്ടേഷനോ ഒക്കെ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നും അല്ല, വളരെ എളുപ്പമാണ്. നമുക്ക് ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഐഡിയാസ് മാത്രമേ ഏതിനകത്തുള്ളൂ, സിമുലേഷൻ എന്ന് പറയുന്നതിനകത്തുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സിമുലേഷൻ മീൻസ് ഇറ്റ്സ് എന്താ പറയുക, നമുക്കൊരു ഡാറ്റ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് സിമുലേഷൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ള സിമുലേഷൻ എന്ന് പറയുന്നത് മോണ്ടെ കാർലോ സിമുലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതിനെ വേറൊരു പേരും കൂടെ പറയാറുണ്ട് വളരെ എളുപ്പത്തിൽ, കമ്പ്യൂട്ടർ സിമുലേഷൻ എന്നാണ് ആ മെത്തേഡിനകത്ത് പറയുന്നത്. സോ ആ മെത്തേഡ് എന്താണെന്ന് നോക്കാം, അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്കൊരു 2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. സോ നോക്കേ, നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. മോണ്ടെ കാർലോ സിമുലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ നോക്കണേ. ഫസ്റ്റ് വൺ, സിമുലേഷൻ is a model used to predict the probability of the different outcomes when the intervention of the random variables is present. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നോക്കേ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രെഡിക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഔട്ട്കംസ്. ദാറ്റ് മീൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ, അതിൻ്റെ ഡിഫറെൻറ്റ് ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റിക് വാല്യൂസിനെയാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? എത്രത്തോളം വരാം? ഇപ്പോൾ ഒരു 10 വർഷത്തെ സെയിൽസ് തന്നു, മനസ്സിലായി? ഇനി സെയിൽസ് എത്രയാവാം? അല്ലെങ്കിൽ കുറേ എന്ത് തന്നു, കുറേ ലിമിറ്റേഷൻസ് തന്നു, അല്ലെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസോ കുറേ കണ്ടീഷൻസോ നമുക്ക് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം എത്രയാവാം? ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഔട്ട്കംസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്, ഇത് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ സിമുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം നോക്കി, വെൻ ദ ഇൻ്റർവെൻഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ഈസ് പ്രസൻറ്റ്. ദാറ്റ് മീൻസ് ഈ സിമുലേഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, സിമുലേഷൻ ആൻസർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? കുറേ റാൻഡം നമ്പേഴ്സ് വേണം. അത് എവിടുന്നാണെന്നൊന്നും നോക്കണ്ട, നമുക്ക് ആൻസർ ചെയ്യാൻ നേരത്ത്, നമുക്ക് ക്വസ്റ്റിനകത്ത് ആൻസർ ചെയ്യാൻ നേരത്ത് ക്വസ്റ്റിനകത്ത് റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. മനസ്സിലായി? അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ റാൻഡം നമ്പേഴ്സ് എവിടുന്ന് കിട്ടുമെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് റാൻഡം നമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. ആ റാൻഡം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്നതിനെ പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, help to explain the impact of risk and uncertainty in production and forecasting model. So the Monte Carlo simulation helps to explain the impact of risk and uncertainty. മനസ്സിലായോ? അതായത് ഈ പറയുന്ന മോഡലിനകത്ത് ഉണ്ടാവുന്ന റിസ്ക്കും അൺസർട്ടനിറ്റിയും എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഫോക്കാസ്റ്റിംഗ് നടത്താനുമാണ് നമ്മൾ ഏത് യൂസ് ചെയ്യണേ, ഈ പറയുന്ന സിമുലേഷൻ മോഡൽ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, എ വെറൈറ്റി ഓഫ് ഫീൽഡ്സ്. ദാറ്റ് മീൻസ് ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണേ? സാധാരണ രീതിയിൽ ഈ പറയുന്ന സിമുലേഷൻ ടെക്നിക്സ് ഏതൊക്കെ മെത്തേഡ്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് നോക്കണേ. എവിടെയൊക്കെയാണ്? ഇൻക്ലൂഡിങ് ഫിനാൻസ്, എഞ്ചിനീയറിംഗ്, സപ്ലൈ ചെയിൻ ആൻഡ് സയൻസ്. ദാറ്റ് മീൻസ് കുറേ സ്ഥലങ്ങളിലുണ്ട്. അതിനകത്തൊരു എക്സാമ്പിൾ ആയിട്ടാണ് മാത്രമാണ് നമ്മൾ പറയണേ. ഫിനാൻസ് സെക്ടറിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, എഞ്ചിനീയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ യൂസ് ചെയ്യാറുണ്ട്, സപ്ലൈ ചെയിനോ സയൻസോ ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? ഈ സിമുലേഷൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ, the basis of Monte Carlo simulation involves assigning the multiple values of an uncertain variable to achieve the multiple result and then to average the result to obtain an estimate. So ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒബ്റ്റൈനിങ് ആൻ എസ്റ്റിമേറ്റ്. നമുക്കൊരു എസ്റ്റിമേറ്റിലോട്ട് എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ? മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് അൺസർട്ടൈൻ വേരിയബിൾ ടു അച്ചീവ് ദ മൾട്ടിപ്പിൾ റിസൾട്ട് ആൻഡ് ദെൻ ദ ആവറേജ്. സോ മൾട്ടിപ്പിൾ വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ റിസൾട്ടിലോട്ട് എത്തുന്നു, എന്നിട്ട് അതിൻ്റെ ആവറേജ് ഫിഗർ എടുത്തിട്ട് നമ്മളൊരു എസ്റ്റിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് എത്തുന്നു, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂലോട്ട് എത്തുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, മോണ്ടെ കാർലോ സിമുലേഷൻ അസ്യൂംസ് ദ പെർഫെക്റ്റ്ലി എഫിഷ്യൻറ്റ് മാർക്കറ്റ്സ്. ദാറ്റ് മീൻസ് ഈ പറയുന്നത് പോലെ ഇവിടെ അസംഷൻ എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും? ദ പെർഫെക്റ്റ്ലി എഫിഷ്യൻറ്റ് മാർക്കറ്റ്സ് എന്താണോ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. മനസ്സിലായി? സോ നമ്മൾ ഈ തിയറി ടോപ്പിക് ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള കാരണം ഇത് തന്നെയാണ്. എന്തേലും അറിയേണ്ട, അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയില്ല. സാധാരണ രീതിയിൽ എക്സാമിന് ചോദിക്കാറുള്ളത് സിമുലേഷൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. പക്ഷേ ആ സിമുലേഷൻ എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ റാൻഡം നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ആവറേജ് ഫിഗർ എടുത്ത് ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു? ആ ഒറ്റ സെൻറ്റൻസ് ഓർത്താൽ മതി. കുറേ റാൻഡം നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന ഡാറ്റയിൽ റാൻഡം നമ്പേഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഏതിലോട്ട് എത്തുന്നു?
ഏതിലോട്ട് എത്തുന്നു? പല ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഔട്ട്കംസിലോട്ട് എത്തുന്നു. അതിൻ്റെ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ഈ പറയുന്ന പോലെ റാൻഡം നമ്പേഴ്സ് എന്ന് പറയണേ. ഓക്കെ, ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്താലേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം, ഞാനിവിടെ ഒരു സാമ്പിൾ പ്രോബ്ലം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് ഡിമാൻഡ്, 6 ടൈപ്പ് ഓഫ് ഡിമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. 50 ആഴ്ചകളിലെ 6 ടൈപ്പ് ഓഫ് ഡിമാൻഡ് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കോളം ഡിമാൻഡ് ആണ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി ആണ്. ദാറ്റ് മീൻസ് 0 ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളത് 2 ആഴ്ചയാണ്. അതേപോലെ 5 യൂണിറ്റ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളത് 11 ആഴ്ചയാണ്. 10 യൂണിറ്റ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളത് 8 ആഴ്ചയാണ്. 15 യൂണിറ്റ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളത് 21 ആഴ്ചയാണ്. 20 യൂണിറ്റ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള 5ഉം 25 യൂണിറ്റ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളത് 3. ദാറ്റ് മീൻസ് അങ്ങനെ ടോട്ടൽ 50 ആഴ്ചയിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ഇതാണ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതാൻ നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അതായത് ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് ഈ 6 ടൈപ്പ് ഓഫ് ഡിമാൻഡ്, 50 ആഴ്ചയിലെ 6 ടൈപ്പ് ഓഫ് ഡിമാൻഡ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ റാൻഡം നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ 10 ആഴ്ചയിലെ ആവറേജ് ഡിമാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. Once again, 50 ആഴ്ചയിലെ ഡിമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കുറെ റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. Okay, 35, 52, 13, 90, 23, 73, 34, 57, 35, 83, 94, 56. മോർ ദാൻ 10 ആണ്. പക്ഷേ നമുക്ക് ആദ്യത്തെ 50 മാത്രം എടുത്താൽ മതി. ആദ്യത്തെ 10 മാത്രം എടുത്താൽ മതി. മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 ആഴ്ചയിലെ ആവറേജ് ഡിമാൻഡ്. നമ്മൾ എങ്ങനെ ചെയ്യാൻ പോണെന്ന് നോക്കൂ. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. ഈ ഡിമാൻഡ് ഫ്രീക്വൻസിയിൽ നിന്ന് ഈ ഫ്രീക്വൻസിനെ നമ്മൾ പ്രോബബിലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകും. മനസ്സിലായോ? അതായത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. ആ ഫ്രീക്വൻസിനെ നമ്മൾ പ്രോബബിലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകും. എങ്ങനെ വരും? 2 ആണ്. സോ പ്രോബബിലിറ്റി വരുമ്പോൾ 2 by ടോട്ടൽ 50 ആണ്. 2 by 50 വരും. That means 0.04 വരും. ഇവിടെ 11 ആണ്. 11 by 50 വരും. 0.22 വരും. Next one, 8 divided by 50, 0.16, 21 divided by 50, 0.42, and 0.10, 0.06. ഇത് മനസ്സിലായോ? എങ്ങനെയാണ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ആ ഫ്രീക്വൻസിയിൽ നിന്ന് അതിനെ നമ്മൾ ഏതിലോട്ട് കൊണ്ടുവന്നു? പ്രോബബിലിറ്റിയിലോട്ട് കൊണ്ടുവന്നു. അതിന്റെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയാണ്. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി, അതായത് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോബബിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്യുമുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ 0.04 വരും. 4%. 0.04 എന്ന് പറയുമ്പോൾ എത്ര ശതമാനം വരും? 4% വരും. അടുത്തത് 22 ആണ്. സോ 0.04 പ്ലസ് 22 എത്ര വരും? 0.26 വരും. ഇത് മനസ്സിലായി? ഇതിനെ ക്യുമുലേറ്റ് ചെയ്യുക. അടുത്തത് 0.26 പ്ലസ് 0.16 ദാറ്റ് മീൻസ് 0.42 വരും. അടുത്തത് 0.42 പ്ലസ് 0.42 0.84 വരും. പ്ലസ് 0.10 0.94 വരും. ചെയ്ത് മനസ്സിലായോ? തന്നിരിക്കുന്ന ഫ്രീക്വൻസിനെ കൺവേർട്ട് ചെയ്ത് പ്രോബബിലിറ്റി ആക്കി ആ പ്രോബബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റ് ചെയ്യണം. ഈ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ പുതിയൊരു സാധനം കൂടെ കാണണം. ഇറ്റ്സ് കോൾഡ് റേഞ്ച്. റേഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ഈ പ്രോബബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് ഇത് 4% ആണ്, 26%, 42%, 84%, 94% and 100%. റേഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടോ 4% ആണ്. ദാറ്റ് മീൻസ് 0 to 3. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി ഇവിടെ 0.26 ആണ്. ദാറ്റ് മീൻസ് 4 to 25. 3 plus 1 4 to 25. അടുത്തത് 42 ആണ്. 42 എന്ന് എത്ര വരും? 26 to 41. അതായത് 25 വരെ റേഞ്ച്. അടുത്തത് 26 to 41 വരും. അടുത്ത റേഞ്ച് എത്ര വരും? 42. ഇവിടെ 41 അല്ലേ? സോ 42 പ്ലസ് ഇവിടെ 84 ആണ്. 83 വരും. മനസ്സിലായോ? അടുത്ത റേഞ്ചോ 84 അല്ലെങ്കിൽ ഇവിടെ 83 ആണ്. ദാറ്റ് മീൻസ് 84 to 93 വരും. And the last one, ഇവിടെ 1 ആണ്. That means 93 to 99.
മനസ്സിലായോ? സോ പ്രോബബിലിറ്റി, ആ പ്രോബബിലിറ്റിനെ കൺവേർട്ട് ചെയ്ത്, സോറി ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസിനെ കൺവേർട്ട് ചെയ്ത് പ്രോബബിലിറ്റി ആക്കി, ആ പ്രോബബിലിറ്റിനെ കൺവേർട്ട് ചെയ്ത് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആക്കി, ആ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു? റേഞ്ച് വരച്ചു. എങ്ങനെ റേഞ്ച് വരച്ചേ? ഇവിടെ 4%. സോ ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 3, അടുത്തത് 26%. അപ്പൊ എത്ര വരും? 3 + 1 4 to 25. മനസ്സിലായോ? അടുത്തത് 42. സോ 26 to 41. അടുത്തത് എത്ര? 84. സോ again 42 to 83. അടുത്തത് 94. സോ എത്ര വരും? 84 to 93 വരും. And the last one 1. അപ്പം ഇവിടെ 94, 93 അല്ല, സോറി 94, 94 to 99 വരും. മനസ്സിലായോ? ഇനി ഈ റേഞ്ചിലോട്ട് നമ്മൾ ഏത് അപ്ലൈ ചെയ്യാൻ പോവാ? നമ്മുടെ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്ന ഫിഗർ അപ്ലൈ ചെയ്യാൻ പോവാ. മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യൻ 10 വീക്കിലായിരുന്നു, 10 ആഴ്ചയിലായിരുന്നു. സോ നമുക്ക് ആദ്യത്തെ 10 റാൻഡം നമ്പേഴ്സ് മാത്രം മതി. ആദ്യത്തെ 10 നോക്കാം. One, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ആഴ്ചയിൽ അല്ലെ? 10 ആഴ്ചയിലെ റാൻഡം നമ്പേഴ്സ് എത്രയാണെന്ന് നോക്കി. നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? ഫസ്റ്റ് വൺ 35, അടുത്തത് 52, 30, 90, 23, 73, 34, 57, 35 and 8. ചെയ്ത് മനസ്സിലായോ? ഫ്രീക്വൻസി കൺവേർട്ട് ചെയ്യുക പ്രോബബിലിറ്റി ആയിട്ട്, ആ പ്രോബബിലിറ്റിയിൽ നിന്ന് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എഴുതുക, ആ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് റേഞ്ച് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ ആദ്യത്തെ 10 ആഴ്ച, ഇവിടെ 10 ആഴ്ചയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ 10 ആഴ്ചയിലെ റാൻഡം നമ്പേഴ്സ് നമ്മൾ ഇനി ഈ റാൻഡം നമ്പേഴ്സ് ഏത് റേഞ്ചിലാണോ വരുന്നത് അതിന് നേരെയുള്ള ഡിമാൻഡ് വേണം നമ്മൾ എഴുതാൻ. That means first റാൻഡം നമ്പർ എത്രയാ? 35 ആണ്. 35 ഇവിടെ ഏത് റേഞ്ചിനകത്താണ് പറഞ്ഞത് നോക്കി. ഈ റേഞ്ചിലാണ് 26 to 41 അല്ലേ? ഈ റേഞ്ചിനകത്താണ് നമുക്ക് 35 പറഞ്ഞത്. സോ അതിന് നേരെയുള്ള ഡിമാൻഡ് എത്രയാണ്? എത്രയാ? 10. മനസ്സിലായോ? അതായത് നമ്മുടെ റാൻഡം നമ്പർ 35 ആണ്, ഫസ്റ്റ് റാൻഡം നമ്പർ 35 ആണ്. ആ 35 ഏത് റേഞ്ചിലാണെന്ന് നോക്കി. 26 to 41 എന്ന് പറയുന്ന റേഞ്ചിലാണ് പറഞ്ഞത്. ആ റേഞ്ചിന്റെ നേരെയുള്ള ഡിമാൻഡ് എത്രയാണ്? വീക്കിലി ഡിമാൻഡ് എത്ര? 10. സോ നമുക്ക് അത് എന്ത് ചെയ്യാം? 10 ആയിട്ട്. ഇനി നമ്പർ 2 റാൻഡം നമ്പർ 52. 52 ഏത് റേഞ്ചിൽ പറഞ്ഞതാ? 40 to 83, 42 to 83. അതിന്റെ എത്രയാ പറഞ്ഞത്? അതിന്റെ നേരെ നോക്കി. അതായത് ആ റേഞ്ച് പറഞ്ഞ അല്ലെങ്കിൽ ആ റാൻഡം നമ്പർ പറഞ്ഞ റേഞ്ച് നോക്കുക. ആ റേഞ്ച് ഏത് ഡിമാൻഡാണ് കാണിക്കുന്നത്? 15 ആണ് കാണിക്കുന്നത്. മനസ്സിലായോ? And the next one 13. 13 ഏത് റേഞ്ചിലാ? ഈ റേഞ്ചിലാ 4 to 25. ആ റേഞ്ചിലാണ് 13 പറഞ്ഞത്. സോ എത്ര വരും? 5 വരും. ഇത് മനസ്സിലായോ? അടുത്ത റാൻഡം നമ്പർ എന്ന് പറയുന്നത് 90 ആണ്. 90 ഏത് റേഞ്ചിൽ വരും? 84 to 93 ആ റേഞ്ചിൽ വരും. അവിടെ എത്രയാ? 20 ആണ് അവിടുത്തെ ഡിമാൻഡ്. സോ 20 ആണ്. മനസ്സിലായോ? അടുത്തത് നെക്സ്റ്റ് റേഞ്ച് 23 ആണ്. 23 എവിടെ പറഞ്ഞത്? 4 to 25 ആ റേഞ്ചിലാണ് പറഞ്ഞത്. അവിടെ 5 ആണ്. അടുത്തത് 73 ഏത് റേഞ്ചിലാണ്? 40 to 83 ഈ റേഞ്ചിലാണ് നമുക്ക് പറഞ്ഞത്. അപ്പം അവിടെ എത്ര വരും? അവിടെ 15 വരും. മനസ്സിലായോ? അടുത്തത് 34 ഈ റേഞ്ചിൽ. ഓക്കെ, അവിടെ 10 വരും. അടുത്തത് 57 40 to 83 ഈ റേഞ്ചിലാണ്. അവിടെ എത്ര വരും? 15 വരും. ഒൻപതാമത്തെ ആഴ്ച 35 ആണ്. 35 വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 26 to 41 ആണ്. അവിടെ എത്ര? 10 വരും. And the last one 83 ആണ്. 83 വരുന്ന റേഞ്ച് ഏതാ? 42 to 83 എത്രയാണ്? 15 അല്ലേ?
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാറുള്ളത്. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ആ പ്രോബബിലിറ്റിയെ നമ്മൾ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആക്കി. ആ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ റേഞ്ച് കണ്ടുപിടിച്ചു. ആ റേഞ്ചും റാൻഡം നമ്പേഴ്സും കൂടെ ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഓരോ റാൻഡം നമ്പേഴ്സ് നോക്കുന്നു. ആ റാൻഡം നമ്പേഴ്സ് ഏത് റേഞ്ചിനകത്താണ് വരുന്നത് നോക്കുന്നു. മനസ്സിലായോ? ആ റേഞ്ചിനകത്തുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ആ റേഞ്ചിന് നേരെ വരുന്ന ഡിമാൻഡ് എത്രയാണെന്ന് ചെക്ക് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി നോക്കിയേ, ഇത് ടോട്ടൽ ഇൻകം എത്ര വരും? 25, 30, 50, 70, 80, 90, 100, 120 ടോട്ടൽ. ഓക്കെ, ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 12. നമ്മുടെ ആവറേജ് എത്ര? 12. ചെയ്തോ മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് 50 ആഴ്ചയിലെ അല്ലെങ്കിൽ ഫ്രീക്വൻസി തന്നിരിക്കുന്ന 50 ആഴ്ചയിലെ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കണം? 10 ആഴ്ചയിലെ ആവറേജ് എത്രയാണെന്ന് നോക്കാം. സോ വൺസ് അഗൈൻ തന്നിരിക്കുന്ന ഫ്രീക്വൻസിനെ പ്രോബബിലിറ്റി ആക്കി. ആ പ്രോബബിലിറ്റിനെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആക്കി. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് റേഞ്ച് കണ്ടുപിടിച്ചു. ആ റേഞ്ചിന് അല്ലെങ്കിൽ ഏതുമായിട്ട് കമ്പയർ ചെയ്തു? ആ റേഞ്ചും റാൻഡം നമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്തു. ആദ്യത്തെ 10 മനസ്സിലായി? ആദ്യത്തെ 10 റാൻഡം നമ്പേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് നേരെ വരുന്ന ഡിമാൻഡ് എത്രയാണെന്ന് നോക്കി. ആ ടോട്ടൽ ആയിട്ടുള്ള ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഡിമാൻഡ് കിട്ടും. ഇത് മനസ്സിലായി? ഓക്കെ, സോ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രേ ഉള്ളൂ സിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം, ഒരു 2-3-4 പ്രോബ്ലം കൂടെ നമ്മുടെ മെറ്റീരിയലിൽ തന്നെയുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. മനസ്സിലായി? ഇതിന്റെ ബേസ് ആയിട്ട് വളരെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ആണിത്. ഇത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.